welcome back to Stay Psyche. Today we are discussing about the causal factors and viewpoints of abnormal behavior. So mainly the causal factors of abnormal behavior or psychopathology causal factors ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലൈക്ക് ഇത് ബുച്ചറിൻ്റെ ടെക്സ്റ്റൊന്നായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ് ദ കോസസ് ഓഫ് അബ്നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത് ലൈക്ക് ഇതിൽ പറയുന്നത് ഒരൊറ്റ പേഴ്സ്പെക്റ്റീവിലല്ല, ബയോ സൈക്കോ സോഷ്യൽ മോഡൽ പറയുന്നത് ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ നെസസിറ്റി, സഫിഷ്യൻറ്റ് ആൻഡ് കോൺട്രിബ്യൂട്ടറി കോസസ് എന്നാണ് പറയുന്നത്. നെസസറി കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാവാൻ ഒരു കോസ്, ഒരു നെസസറി ആയിട്ടുള്ള കോസസ്, അതായത് ഒരു ഇൻഫെക്ഷൻ, ഇപ്പോൾ നിപ്പ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിപ്പയുടെ വൈറസ് തന്നെ വേണം. സോ അതാണ് ദ മസ്റ്റ് കോസ് എന്ന് പറയുന്നത്, അതാണ് നെസസറി കോസ് എന്ന് പറയുന്നത്. പിന്നെ സഫിഷ്യൻറ്റ് കോസ് എന്ന് പറയുന്നത്, സഫിഷ്യൻറ്റ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഗ്യാരണ്ടീസ് ദ ഒക്കറൻസ് ഓഫ്, അതായത് നമുക്ക് സിവിയർ ഹോപ്പ്ലെസ്നെസ് മേ ബി സഫിഷ്യൻറ്റ് ടു ട്രിഗർ മേജർ ഡിപ്രഷൻ. ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഹോപ്പ്ലെസ്നെസ് നമുക്കൊരു മേജർ ഡിപ്രഷനിലോട്ട് നമ്മളെ നയിക്കാൻ കാരണം അത് മതി, അത് സഫിഷ്യൻ്റ് ആണ് ഇന്നതിലേക്ക് എത്തിക്കാൻ. പിന്നെ ഒരു കോൺട്രിബ്യൂട്ടറി കോഴ്സ് ഒന്നിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ലൈക്ക് നമുക്ക് ചൈൽഡ്ഹുഡ് നെഗ്ലക്റ്റ് എന്തുണ്ടാക്കാം, ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യാം. അപ്പോൾ ഒരു ലീഡിങ് കോഴ്സാണ്, അതിനാണ് കോൺട്രിബ്യൂട്ട്. ഒരു സംഭവം ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഇൻക്രീസ് ദ ലൈക്ലിഹുഡ് ഓഫ് ദാറ്റ് ഡിസോർഡർ. അതിനെയാണ് നമ്മൾ കോൺട്രിബ്യൂട്ടറി കോസ് എന്ന് പറയുക. ഇനി ഡിസ്റ്റൽ വേഴ്സസ് പ്രോക്സിമൽ കോസ് എന്ന് പറയാം. ഡിസ്റ്റൽ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏർലി ലൈഫിൽ ഉണ്ടാവും, ബട്ട് നമ്മൾ ലേറ്റർ ഒരു അഡൾട്ടിലൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് അത് ഇല്ലാണ്ടാവും, അത് നമുക്ക് ഷോ ചെയ്യാണ്ടാവും. അപ്പോൾ ഏർലി ട്രോമയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു അത്ര ലൈക്ക് എഫക്റ്റ് അധികം കാണിക്കില്ല. പിന്നെ പ്രോക്സിമൽ കോസ് എന്ന് പറയുന്നത് ഒക്കെ ഷോർട്ട്ലി ബിഫോർ ഒരു സിംറ്റമിൻ്റെ ഓൺസെറ്റിന് മുന്നേ ഉണ്ടാവുന്ന ഒരു ഇതിനെയാണ് നമ്മൾ പ്രോക്സിമൽ എന്ന് പറയുന്നത്, പ്രോക്സിമൽ കോസ് എന്ന് പറയുന്നത്. നമുക്ക് ജോബ് ലോസ് എന്ന് പറയുന്ന സംഭവം ഡിപ്രഷനിൽ ലീഡ് ചെയ്യുന്നു. സോ അതൊരു പ്രോക്സിമൽ, അതിൻ്റെ ഓൺസെറ്റിന് മുന്നേ ഉണ്ടാകുന്ന സിംറ്റത്തിനെയാണ് നമ്മൾ പ്രോക്സിമൽ കോസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫീഡ്ബാക്ക് ആൻഡ് ബൈ ഡയറക്ഷണൽ റിലേഷൻഷിപ്പ്. ഇതിൽ കോസൽ റിലേഷൻഷിപ്പ് ആർ നോട്ട് വൺ വേ. ഒരു കോസൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വൺ വേ അല്ല. നമുക്കൊരു ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് സോഷ്യൽ വിഡ്രോവൽ ഉണ്ടായിരുന്നു. സോഷ്യൽ വിഡ്രോവൽ ലോൺലിനെസ് എന്തുണ്ടാക്കുന്നു, ഡിപ്രഷനിലോട്ട് ലീഡ് ചെയ്യുന്നു. സോ ഒരു റെസിപ്രോക്കൽ കോസാലിറ്റി എന്തുണ്ടാകുന്നു, ഇതിലുണ്ടാകുന്നു. സോ നമ്മൾ ഒരു ഡിസീസ്, ഒരു ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബൈ ഡയറക്ഷണൽ ഇൻഫ്ലുവൻസ് ആണ് കാണിക്കുന്നത്. പിന്നെ ഒരു മോഡലാണ് ഡയാസിസ് സ്ട്രെസ് മോഡൽ എന്ന് പറയുന്നത്. ഡയാസിസ് സ്ട്രെസ് മോഡൽ, ഡയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീഡിസ്പോസിങ് ആയിട്ടുള്ള ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യോ കൾച്ചറൽ കണ്ടീഷനെയാണ് ഡയാസിസ് എന്ന് പറയുന്നത്. നമ്മുടെ വൾണറബിലിറ്റി, ഇൻട്രാക്ഷൻ ഓഫ് എ വൾണറബിലിറ്റീനെയാണ് നമ്മൾ ഡയാസിസ് എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സിനുമായിട്ടുള്ള വൾണറബിലിറ്റീനെ ഡയാസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് പ്രീഡിസ്പോസിങ് ആയിട്ടുള്ള ബയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ, സോഷ്യൽ കൾച്ചറൽ കണ്ടീഷനായിരിക്കാം. ഇനി സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷറിനെ അല്ലെങ്കിൽ ട്രോമേനെയാണ് നമ്മളെന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്റ്റഡ്നെസ്സിനെയാണ് നമ്മളിന്ന് ബയോളജിക്കൽ സ്ട്രെസ് മോഡൽ എന്ന് പറയുന്നത്. സൈക്കിൾ എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. പീപ്പിൾ വിത്ത് ഹൈ ഡയാസിസ് കൂടുതലാണെങ്കിൽ, വൾണറബിലിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകാൻ പറ്റും, ലൈക്ക് ഒരു സ്ട്രെസ് കോസ് ചെയ്യും. സോ അങ്ങനെ നമുക്കൊരു ഡിസോർഡർ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡയാസിസ് സ്ട്രെസ് മോഡലാണ് പിന്നെ പറയുന്നത്. ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഡയാസിസ് സ്ട്രെസ് മോഡലാണ്. അത് നമ്മൾ ബയോ സോഷ്യോ സൈക്കോളജിക്കൽ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഡയാസിസ് സ്ട്രെസ് മോഡലിൽ പറയുന്നത്. പിന്നെ പറയുന്നതാണ് നമ്മൾ ബയോളജിക്കൽ വ്യൂ പോയിൻ്റാണ് നോക്കുന്നത്. അപ്പോൾ ബയോളജിക്കലി ഒരു അബ്നോർമൽ ബിഹേവിയർ ഉണ്ടാവാൻ എന്തൊക്കെയാണ് കാരണങ്ങളെന്ന്. ഒന്ന് ജനറ്റിക് വൾണറബിലിറ്റിയാണ്. ലൈക്ക് നമ്മൾ ഫാമിലിയിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് ജീനിലൂടെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവാം, ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ഉണ്ടാവാം. പിന്നെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ട്രൈറ്റ്, അത് നമുക്ക് ഡയറക്റ്റ്ലി നമ്മളെ കൊണ്ടുവരുന്നില്ല, പക്ഷെ അത് നമുക്ക് റിസ്ക് ആയിട്ട് നമ്മുടെ ഉണ്ടാകും. പിന്നെ ജനറ്റിക് ഇൻഹെറിറ്റൻസ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ മിനി ജീൻസ് ഈച്ച് കോൺട്രിബ്യൂട്ട്, ഒരു കുറേ ജീൻസ്, പക്ഷേ ഓരോ ജീൻസും ഓരോന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവൃത്തി വരാം. നമ്മൾ സ്കീസോഫ്രീനിയ, ബൈപ്പോളാർ, ഡിപ്രഷൻ, ഇതൊക്കെ നമുക്കൊരു ബ്ലഡ് ലൈനിൽ കൂടെ വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു ജീൻ ത്രൂ വരുന്ന കുറേ ഡിസോർഡേഴ്സാണ്.
വിച്ച് ഇസ് റൺ ഇൻ ഫാമിലീസ് എന്ന് പറയും. പിന്നെ വരുന്നതാണ് ബ്രെയിൻ ഡിസ്ഫങ്ഷനും ന്യൂറൽ പ്ലാസ്റ്റിറ്റി. ബ്രെയിൻ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ്, എൻലാർജ് വെൻട്രിക്കിൾസ്, സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാക്കും. ലൈക്ക് ഫങ്ഷണൽ ഇഷ്യൂസ് ഇൻ ബ്രെയിൻ സർക്യൂട്ട്, ഫങ്ഷണൽ ഇഷ്യൂ അതായത് അമിഗ്ഡലയിലെ ഫങ്ഷണൽ ഇഷ്യൂസ് ആൻസൈറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ന്യൂറൽ പ്ലാസ്റ്റിറ്റി, ബ്രെയിൻ കപ്പാസിറ്റി ചേഞ്ച് ഇൻ റെസ്പോൺസ് ടു എക്സ്പീരിയൻസ്, അതായത് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമ്മുടെ ചേഞ്ച് ഇൻ എക്സ്പീരിയൻസ് ആണല്ലേ. സോ ആ ഒരു കാരണത്താൽ നമുക്ക് എന്തെന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു. പിന്നെ ഏർലി ട്രോമ അത് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ന്യൂറോ പ്ലാസ്റ്റിറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് വഴി നമുക്കൊരു എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ന് പറഞ്ഞു ജനറ്റിക് വൾനറബിലിറ്റി പറഞ്ഞു, ബ്രെയിൻ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞു, ന്യൂറൽ പ്ലാസ്റ്റിറ്റി പറഞ്ഞു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് ഹോർമോണൽ അബ്നോർമാലിറ്റീസ് ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ അതായത് മെൻ്റൽ ഡിസോർഡേഴ്സിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ. സെറോട്ടോണിൻ, ഡിപ്രഷൻ, ആൻസൈറ്റി, ഈറ്റിംഗ് ഡിസോർഡറിനെ എഫക്റ്റ് ലൈക്ക് അതിനെ ഇതാക്കുന്നതാണ് സെറോട്ടോണിൻ. ഡോപ്പമിൻ, സ്കീസോഫ്രീനിയ അഡിക്ഷനിലൊക്കെ ഡോപ്പമിൻ എന്താ പറയുക ഫ്ലക്ച്വേഷൻസ് ആണ് ഉണ്ടാകുന്നത്. നോറെപ്പിനെഫ്രിൻ, മൂഡ് ആൻസൈറ്റി റെഗുലേഷനിലൊക്കെ നോറെപ്പിനെഫ്രിനാണ് അതിൻ്റെ ഫ്ലക്ച്വേഷനാണ്. ഗാബ ഇൻഹിബിറ്ററി ആയിട്ടാണ് ഇതാക്കുന്നത്. ആൻസൈറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഗാബ. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ലൈക്ക് എസ്പെഷ്യലി HPA ആക്സിസിൽ വരുമ്പോൾ സ്ട്രെസ് റെസ്പോൺസിനെ ഭയങ്കരമായിട്ട് ഇതാക്കും. ക്രോണിക് സ്ട്രെസ് ഉണ്ടാവാൻ കാണുന്നു. കോർട്ടിസോളിൻ്റെ ഡിസ്റെഗുലേഷൻ കാരണം നമുക്കൊരു ക്രോണിക് സ്ട്രെസ് ഉണ്ടായിരുന്നു. ആ ഡിപ്രഷനും ആൻസൈറ്റിയൊക്കെ ഉണ്ടാക്കുന്നു. പിന്നെ വരുന്ന ടെമ്പറാമെൻ്റ് എന്ന് പറയുന്ന സംഭവം. ടെമ്പറാമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏർലി എമേർജിങ് ആയിട്ടുള്ള ബയോളജിക്കൽ ബേസ് ഓഫ് ട്രൈറ്റിനെയാണ് നമ്മൾ ടെമ്പറമെൻ്റ് എന്ന് പറയുന്നത്. ഫിയർഫുൾനെസ്, ഇറിറ്റബിലിറ്റി, ആക്ടിവിറ്റി ലെവൽ അല്ലെങ്കിൽ നമ്മൾ ടെമ്പറമെൻ്റ് മാറിയിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റിയിലോട്ട് വരുന്നത്. ടെമ്പറമെൻ്റ് ഇൻഫ്ലുവൻസ് ലേറ്റർ പേഴ്സണാലിറ്റി ആൻഡ് ഡിഫിക്കൽട്ടി ടെമ്പറമെൻ്റ് മേ ഡിസ്പോസ് ടു ഇമോഷണൽ ഡിസോർഡർ. ടെമ്പറമെൻ്റിലെ ഡിഫിക്കൽട്ടീസ് നമുക്ക് ഇമോഷണൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കാൻ കോസ് ചെയ്യുന്ന കാരണമാകുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ബയോളജിക്കലിൽ പറഞ്ഞത് ഒന്ന് ജനറ്റിക് വൾനറബിലിറ്റി പറഞ്ഞു, പിന്നെ ബ്രെയിൻ ഡിസ്ഫങ്ഷൻ ആൻഡ് ന്യൂറൽ പ്ലാസ്റ്റിറ്റി പറഞ്ഞു, ന്യൂറോ ട്രാൻസ്മിറ്റർ പറഞ്ഞു, ഹോർമോണൽ അബ്നോർമാലിറ്റി പറഞ്ഞു, ടെമ്പറാമെൻറ്റ് പറഞ്ഞു. ഇനി സൈക്കോളജിക്കൽ വ്യൂ പോയിൻറ്റിൽ സൈക്കോ ഡൈനാമിക് പെർസ്പെക്റ്റീവ് ഉണ്ട്. അതായത് ഫ്രൂഡിൻ്റെ സൈക്കോ ഡൈനാമിക് പെർസ്പെക്റ്റീവ് നമ്മുടെ അൺകോൺഷ്യസ് പ്രോസസ്സായിട്ടുള്ള ഈഗോ, സൂപ്പർ ഈഗോ ആണ് നമ്മുടെ പേഴ്സണാലിറ്റീനെ കൊണ്ടുവരുന്നത്. സോ നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിലൊക്കെ ഉണ്ടാവുന്ന മാലഡാപ്റ്റീവ്നെസ് കാരണമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഇങ്ങനത്തെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത് എന്നാണ് സൈക്കോ ഡൈനാമിക് പെർസ്പെക്റ്റീവിൽ പറഞ്ഞത്. നമുക്കവിടെ ഫിക്സേഷൻ ഉണ്ടാകും. സൈക്കോസോഷ്യൽ സ്റ്റേജസിൽ ഫിക്സേഷൻ ഉണ്ടാകുമ്പോഴാണ് പാത്തോളജിയിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് സൈക്കോ ഡൈനാമിക് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. പിന്നെയാണ് ബിഹേവിയറൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത് നമ്മൾ ലേൺഡ് ബിഹേവിയർ ആയിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ്, അപ്പറൻറ്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷണൽ ലേണിംഗ് വഴി ലേൺഡ് ബിഹേവിയറിൽ നിന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ് വഴി നമ്മൾ ലിറ്റിൽ എക്സ്പെരിമെൻറ്റിൽ ഫോബിയ അസോസിയേറ്റ് ചെയ്തു അല്ലേ. പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് ബിഹേവിയറിൽ കമ്പൽഷൻ, പിന്നെ OCDയിൽ കമ്പൽഷൻ അങ്ങനെ ഫോം ചെയ്യുന്നു. പിന്നെ മോഡലിംഗ് ബിഹേവിയർ, അഗ്രഷൻ ഫ്രം വയലൻറ്റ് മീഡിയ, ഇങ്ങനെയൊക്കെ നമുക്കൊരു പത്തോളജി ഉണ്ടാവാം എന്നുള്ളതാണ് ബിഹേവിയറൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. ഇനി കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിൽ പറയുന്നത് ഡിസോർഡർ അറൈസ് ഫ്രം ഫോൾട്ടി ഓർ ബയാസ്ഡ് തിങ്കിങ്. ഫോൾട്ടി അല്ലെങ്കിൽ ബയാസ്ഡ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ കാരണം നമുക്ക് എന്തുണ്ടാവാം, പാത്തോളജിയിലേക്ക് ലീഡ് ചെയ്യാം. അത് കാറ്റസ്ട്രോഫിങ്, ഓവർ ജനറലൈസേഷൻ, ഓൾ ഓർ നത്തിങ് തിങ്കിങ്, അങ്ങനത്തെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നെഗറ്റീവ് സ്കീമയാണ്. ഈ നെഗറ്റീവ് സ്കീമ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ടായി മാറുന്നു. അങ്ങനെ നമുക്ക് ഇമോഷണൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ബൗൾബിയുടെ അറ്റാച്ച്മെൻറ്റ് തിയറി പറയുന്നുണ്ട്. അറ്റാച്ച്മെൻറ്റ് തിയറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏർലി റിലേഷൻഷിപ്പ് വിത്ത് കെയർ ഗീവേഴ്സ് നമ്മുടെ ഇമോഷണൽ ഫങ്ഷനിങ്ങിനെ ഷേപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിൽ ഇമോഷണൽ ഫങ്ഷനിങ്ങിനെ ഷേപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് ആകുമ്പോൾ നമുക്ക് റെസിലിയൻസ് ഉണ്ടാവുന്നു. ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് ആകുമ്പോൾ നമ്മൾ ആൻസൈറ്റിയിലേക്ക് വൾനറബിൾ ആവുന്നു. ഡിപ്രഷനിലോട്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഉണ്ടാകുന്നു. ഇനി ഡിസ്ട്രപ്ഷൻ ഇൻ ബോണ്ടിങ് ആണെങ്കിൽ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. ഇനി സോഷ്യോ കൾച്ചറൽ വ്യൂ പോയിൻ്റാണ് ഏർലി ഡിപ്രിവേഷൻ ഓഫ് ട്രോമ, ഇൻസ്റ്റിറ്റ്യൂട്ടലൈസേഷൻ, നെഗ്ലെക്റ്റ്, അബ്യൂസ്, ഇമ്പാക്റ്റ് ഇമോഷണൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റൊക്കെയും അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഡിപ്രഷനിലോട്ട്, PTSDയിലോട്ട്, കണ്ടക്ട് ഡിസോർഡറിലോട്ടൊക്കെ ലീഡ് ചെയ്യുന്നു. പാരൻറ്റിങ് സ്റ്റൈൽ നമുക്ക് 3 തരത്തിലുള്ള പാരൻറ്റിങ് സ്റ്റൈൽ അറിയാമല്ലേ. അതോറിറ്റേറ്റീവ്, അതോറിറ്റേറിയൻ, നെഗ്ലെക്റ്റ്ഫുൾ. അപ്പോൾ അതോറിറ്റേറിയൻ പാരൻറ്റ് സ്റ്റൈലാണെങ്കിൽ ബെസ്റ്റ് ഔട്ട്കമ്മാണ് ഹൈ വാംത്തും ഹൈ ആൻഡ് ഡിസിപ്ലിനും കൊണ്ടുള്ള അതോറിറ്റേറിയൻ. അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ് ഡിസിപ്ലിനും ആൻസൈറ്റി അഗ്രഷനിലോട്ടൊക്കെ അത് ലീഡ് ചെയ്യുന്നുണ്ട്. നെഗ്ലെക്റ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് ഔട്ട്കമ്മാണ്. നെഗ്ലെക്റ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ സോഷ്യലി ഇമോഷണലി ഡിസ്ഫങ്ഷൻ ആവും ആ ഒരു ഇൻഡിവിജ്വൽ. അപ്പം പാരൻറ്റിങ് സ്റ്റൈൽസ് വഴി എന്ത് ചെയ്യുന്നു,
ഇങ്ങനത്തെ ലൈക്ക് പത്തോളജിയിലോട്ട് അബ്നോർമൽ ബിഹേവിയറിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി മെറിറ്റൽ ഡിസ്കോർഡ് ഡിവോഴ്സസ് ഇതൊക്കെ ലൈക്ക് സൈക്കോളജി അല്ല പറയുന്നത്, നമുക്ക് സോഷ്യൽ ഫാക്ടേഴ്സാണ് കേട്ടോ പറയുന്നത്. മാരിറ്റൽ ഡിസ്കോർഡ് ഡിവോഴ്സസ് ഒക്കെ പാരൻ്റൽ കോൺഫ്ലിക്ട്സ് അത് ചൈൽഡ് അഡ്ജസ്റ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ ആൻസൈറ്റി, ലോ സെൽഫ് എസ്റ്റീം ഒക്കെ സ്കൂൾ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാൻ ലീഡ് ചെയ്യുന്നു. ലോ സോഷ്യോ ഇക്കണോമിക് സ്റ്റേറ്റസ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ്, ലൈക്ക് അത് ഹെൽത്ത് കെയർ നമുക്ക് സീക്കാൻ പറ്റാതിരിക്കാം, ഒരു വയലൻറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി അല്ലാതെ എക്സ്പോഷർ പോവാം, പിന്നെ ഡെയിലി സ്ട്രെസ്സ് കൂടുക. അപ്പോൾ നമുക്ക് ഡിപ്രഷൻ, സബ്സ്റ്റൻസ് അബ്യൂസ്, ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി മാലഡാപ്റ്റീവ് പിയർ റിലേഷൻ, ബുള്ളിയിങ്, റിജക്ഷൻ, ഡീവിയൻ്റ് പിയർ ഗ്രൂപ്പ്സ് ലിങ്ക് ടു അഗ്രഷൻ, സോഷ്യൽ ആൻസൈറ്റി, സോഷ്യൽ അബ്യൂസസ് ഒക്കെ ഉണ്ടാവാം. പിന്നെ പ്രജുഡീസ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, നമുക്ക് റേസിസം, സെക്സിസം, ഹോമോഫോബിയ, അത് നമുക്കൊരു ക്രോണിക് സ്ട്രെസ്സും ലോ സെൽഫ് വർത്തും ലീഡ് ചെയ്യുന്നു. പിന്നെ സോഷ്യൽ മാർജിനലൈസേഷൻ മേ ലീഡ് ടു ഡിപ്രഷൻ, ആൻസൈറ്റി, PTSD. സോ ഒരു കൾച്ചറൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഡിഫൈൻസ് വാട്ട് ഈസ് കൺസിഡേർഡ് അബ്നോർമൽ. നമ്മുടെ കൾച്ചറാണ് നമ്മുടെ അബ്നോർമലിനെ ഡിഫൈൻ ചെയ്യുന്നത്. ലൈക്ക് കൾച്ചറൽ സിൻഡ്രംസ് എന്ന് പറയുന്നതാണ് ലൈക്ക് അറ്റാക്യൂഡ് നെർവോസ എന്ന് പറയുന്നത്, പാനിക് ലൈക്ക് എപ്പിസോഡ്സ് ലാറ്റിൻ അമേരിക്കയിൽ ഓറിജിൻ ചെയ്ത പോലെയാണ്. ടാൻജിങ് ക്യൂഫ്യൂസോ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഒഫൻഡിങ് അതേഴ്സ്. പിന്നെ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഹെൽപ്പ് സീക്കിംഗ് ബിഹേവിയർ, സ്റ്റിഗ്മ അറൗണ്ട് മെൻ്റൽ ഇൽനെസ്, സിംറ്റം പ്രസൻറ്റേഷൻ, ക്ലിനിക്കൽ മസ്റ്റ് ബി കൾച്ചറലി സെൻസിറ്റീവ് ടു അവോയ്ഡ് മിസ്ഡയഗ്നോസിസ്. സോ കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ ക്ലിനിഷ്യൻസ് ലൈക്ക് കൾച്ചറലി സെൻസിറ്റീവ് ആയിരിക്കണം, നമ്മൾ മിസ്ഡയഗ്നോസിസിന് പോകാൻ പാടില്ല. അപ്പം ഇൻ കൺക്ലൂഷനിൽ പറയുന്നതെന്ന് വെച്ചാൽ ബയോളജിക്കലാണെങ്കിൽ സൈക്കോളജിക്കലാണെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ് മൂന്നും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അബ്നോർമൽ ബിഹേവിയറിനെ മുന്നോട്ട് ഉള്ളൊരു ലീഡ് കൊണ്ടുവരുന്നത്. അപ്പോൾ ബയോളജിക്കൽ വ്യൂ പോയിന്റിൽ നമ്മൾ പറയും ജനറ്റിക് വൾനറബിലിറ്റി, ബ്രെയിൻ ഡിസ്ഫങ്ഷൻ, ന്യൂറൽ പ്ലാസ്റ്റിറ്റി, ന്യൂറോ ട്രാൻസ്മിറ്റർ, ഹോർമോണൽ അബ്നോർമാലിറ്റി, ടെമ്പറമെൻറ്റ്. പിന്നെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പറഞ്ഞത് സൈക്കോഡൈനാമിക് പെർസ്പെക്റ്റീവ് പറഞ്ഞു, ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് പറഞ്ഞു, കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് പറഞ്ഞു, അറ്റാച്ച്മെൻറ്റ് തിയറി ഓഫ് ബോൾബിയുടെ പറഞ്ഞു. പിന്നെ സോഷ്യൽ കൾച്ചറലിൽ വരുന്നതാണ് ഏർലി ഡിപ്രിവേഷൻ അല്ലെങ്കിൽ ട്രോമ, പാരൻറ്റിങ് സ്റ്റൈൽസ്, മാരിറ്റൽ ഡിസ്കോർഡ് അല്ലെങ്കിൽ ഡിവോഴ്സ്, ലോ ഇക്കണോമിക് സ്റ്റേറ്റസ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ്, മാലഡാപ്റ്റീവ് പിയർ റിലേഷൻഷിപ്പ്, പിന്നെ പ്രജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്.